നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഒരിക്കൽ കൂടെ ബൈബിൾ ക്ലാസ്സായിട്ട് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ ഭാഗ്യകരമായ പദവിയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗലാത്യ ലേഖനത്തിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം ഇടയാക്കിയല്ലോ. അതിനായിട്ട് കർത്താവിനെല്ലാ മഹത്വവും പുകഴ്ചയും കരേറ്റുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. ഇന്നത്തെ പഠനത്തിന് കൊടുത്തതായ തലക്കെട്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയുടെ മുമ്പിൽ വയ്ക്കുന്ന വളരെ പേഴ്സണലായിരിക്കുന്ന ചില അപ്പീലുകളാണ്. ഗലാത്യ സഭയുടെ മുമ്പിൽ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചില അപ്പീലുകൾ അപ്പോസ്തലൻ സഭയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. 4-ാമത്തെ അധ്യായത്തെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മളവിടെ കണ്ടു. ഈ 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതുവരെ പറഞ്ഞ വിഷയത്തെ ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി 3 തരത്തിലുള്ളതായ ഇല്ലസ്ട്രേഷൻസ്, വിവരണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതായ ഒരു ഉദാഹരണം ഒരു ഡൊമസ്റ്റിക് ഇല്ലസ്ട്രേഷനാണ്. ആ കാലഘട്ടത്തിൽ ഭവനങ്ങളിലുണ്ടായിരുന്ന അടിമത്വ സമ്പ്രദായം. നിങ്ങൾ ഇനി മുതൽ ദാസനല്ല, മക്കളാണ്. അതായത് ദാസ്യത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു കാലത്ത് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ദാസന്മാരായിരുന്നു, ന്യായപ്രമാണത്തിന് ദാസന്മാരായിരുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവേശുവിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആരായി മാറി? ഇനി നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് പൗലോസ് ഒരു ചരിത്രപരം എന്ന് പറയുമ്പോൾ വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവം എന്ന നിലയിലല്ല, താനും ഗലാത്യ സഭയും തമ്മിലുള്ള പഴയ ഒരു ബന്ധം പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഇന്ന് ഇതേ കാര്യത്തെ തന്നെ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ ആർഗ്യുമെന്റ്, ഒരു അപ്പീല് പൗലോസ് കൊടുക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. 16-ാം വാക്യം. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കുകയത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. വളരെ പേഴ്സണലായ വാക്കുകളാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ നമ്മുടെ പഠനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഇതുവരെ താൻ പിന്തുടർന്നതായ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പൗലോസിന്റെ ലേഖനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്. എന്താ സ്ഥിരം ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു 3-4 വാക്യങ്ങൾ ഒരു സല്യൂട്ടേഷനാണ്.
നിങ്ങൾക്ക് വന്ദനം, കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഒരു പാരഗ്രാഫ് എപ്പോഴും പൗലോസ് പറയുന്നത്, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു, നിങ്ങളിലുള്ള വിശ്വാസ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസം ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു. ഓരോ ലേഖനങ്ങളിലും അവരെ കുറിച്ച് വളരെ പേഴ്സണലായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ലേഖനങ്ങൾ തുടങ്ങുക. പക്ഷെ ഈ ലേഖനത്തിൽ മാത്രം സല്യൂട്ടേഷൻ കഴിഞ്ഞ് നേരെ കയറിയത് എന്നാണെന്നറിയാമോ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ വേറൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് വേറൊരു സുവിശേഷത്തിനെ കുറിച്ചും ശരിയായ സുവിശേഷത്തെക്കുറിച്ചും ഈഗർനെസ്സോടുകൂടി ആ വിഷയത്തിലേക്ക് ഞാൻ കയറി. വേഗം പൗലോസ് എന്ത് ചെയ്യണം? ഈ കാര്യം പറയണം. അതിങ്ങ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൗലോസ് 4-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോഴാണ് അവരുടെ ആ പേഴ്സണൽ കണക്ഷനിലേക്ക് വീണ്ടും വരുന്നത്. റോമാലേഖനത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലേഖനമാണ് റോമാലേഖനത്തിൽ പൗലോസിന്റെ ചില വാക്കുകളൊക്കെ വളരെ ഭംഗിയാണ്. പൗലോസ് 1-ാം അധ്യായത്തിന്റെ എനിക്ക് തോന്നുന്നു 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു ആ റോമ സഭയുമായിട്ടുള്ള തൻ്റെ പേഴ്സണൽ കണക്ഷൻ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളാൽ ആശ്വാസം വരേണ്ടതിന്, ഞാൻ വന്നിട്ട് എൻ്റെ കൈവെപ്പിനാൽ നിങ്ങളിൽ ചില കൃപാവരങ്ങൾ ജ്വലിക്കേണ്ടതിന്, നിങ്ങളുടെ വിശ്വാസം ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇതൊന്നും പറഞ്ഞില്ല. നേരെ വിഷയത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്താണ് സത്യസുവിശേഷം? അത് മനുഷ്യർ വെളിപ്പെടുത്തിയതല്ല, ദൈവം വെളിപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ് 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെ എത്തി. 12-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് പേഴ്സണലാണ്. അവരുടെ ഇമോഷൻസിനെ തൊട്ടാണ് ഇനി സംസാരിക്കുന്നത്. കുറച്ചുകൂടെ പേഴ്സണലായിട്ട് പൗലോസ് അവരോട് ഇടപെടുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ഇതുവരെ ഒരു ആർഗ്യുമെന്റിന്റെ സ്റ്റൈലായിരുന്നു. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 3 ആയിട്ട് തിരിച്ചു. 3-ാം അധ്യായത്തിൽ 3ഉം എന്തായിരുന്നു? ഓരോ ആർഗ്യുമെന്റ്സ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? ആദ്യം എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെച്ചു. പിന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ചില ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെച്ചു. അവസാനമോ ലോജിക്കലായിട്ട് ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം, ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചു. പക്ഷെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണ സംബന്ധമായ ഒരു ഡൊമസ്റ്റിക് ഇല്ലസ്ട്രേഷൻ ആണെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ മോർ ദാൻ ആൻ ആർഗ്യുമെന്റ്, പൗലോസ് അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. ഞാൻ അതിനെ പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ബാലൻസിങ് റെബ്യൂക്ക് വിത്ത് ലവ് ആസ് എ സ്പിരിച്വൽ ഫാദർ. ഒരു ആത്മീക പിതാവിന്, ഒരു അപ്പന്റെ ആർദ്രത, അപ്പന്റെ ആർദ്രതയല്ല, അപ്പന്റെ വാത്സല്യം. അമ്മയുടെയാണ് ആർദ്രത അല്ലേ? അപ്പനാണ് വാത്സല്യം. അങ്ങനാണോ? ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കാം. ഇവിടെ പൗലോസ് ഇതുവരെ പറഞ്ഞു വന്ന വടിയെടുത്ത് നിന്ന ഒരപ്പന്റെ ശൈലിയായിരുന്നെങ്കിൽ, ഇനിയും വരും കേട്ടോ, ഇനിയും വടിയെടുക്കുന്നുണ്ട് പൗലോസ് ഇതേ ലേഖനത്തിൽ തന്നെ. പക്ഷെ ഇവിടെ സ്നേഹത്തോടെ അടുത്ത് പിടിച്ച്, മോനെ നീ ഇങ്ങ് വന്നേ, വളരെ ആർദ്രതയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരോട് സംസാരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒരിക്കൽ നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരുന്നു. വില്ലിംഗ് ടു സാക്രിഫൈസ് എനിത്തിങ്. പൗലോസിന് വേണ്ടി അവർ വില്ലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോ അവരെന്തായി? ഈ പരിച്ഛേദനക്കാര് നിങ്ങളുടെ ഇടയിൽ വന്നതിന് ശേഷമല്ലേ നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ കണക്ഷൻ പോയത്? ഇതാണ് പൗലോസ് ഇവിടെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ആശയം മനസ്സിലാവുന്നുണ്ടോ? ഈ ചില ആൾക്കാർ അങ്ങനെ അല്ലേ, ചിലർ നമ്മളോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന പല സ്നേഹവും നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? നമുക്കുള്ള മറ്റ് ബന്ധങ്ങളിലൊക്കെ ഇവര് അത് നിങ്ങൾക്ക് വലിയ അടുപ്പമല്ലേ, കുഴപ്പമില്ല, ഇത്രയും പറഞ്ഞാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സംശയം, ഇനിയിപ്പോൾ വല്ല കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ല, വലിയ സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊരു സ്നേഹിതരുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആരെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലേ, അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാലും ചുരുക്കം ഒത്തിരി ഉള്ളൂ. ഈ പരിച്ഛേദനക്കാരി ഈ ഗലാത്യയിൽ വന്നതോടുകൂടെ പൗലോസും ഗലാത്യ സഭയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് ഒരു മങ്ങലേറ്റു എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ആശയം. അതുകൊണ്ട് നമുക്ക് ഇന്ന് പൗലോസിന്റെ 5 അപ്പീലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 5 അപ്പീൽസ് ഓഫ് പോൾ ടുവേർഡ്സ് ഗലേഷ്യൻസ്. ഗലാത്യരുടെ മുമ്പിൽ പൗലോസ് വയ്ക്കുന്ന 5 അപ്പീലുകളാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞാൽ ഇത് വളരെ പേഴ്സണലായ ഒരു അപ്പീലാണ്. അപ്പം നമുക്കിത് ബാധകമാണോ? ഇത് പൗലോസും ഗലാത്യരും തമ്മിലുള്ള ഒരു അപ്പീലല്ലേ? ഇതിനകത്ത് നമുക്കെന്തോ കാര്യം. പക്ഷെ ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില ആത്മീക സത്യങ്ങളുണ്ട്. ആ ആത്മീക സത്യങ്ങൾ ഇന്ന് നമ്മളും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയണം. ഒന്നാമത്തെ അപ്പീൽ എന്ന് പറയുന്നത് എ കോൾ ടു മ്യൂച്വൽ ഐഡന്റിഫിക്കേഷൻ. അന്യോന്യം താദാത്മ്യം പ്രാപിക്കാൻ, ഐഡന്റിഫൈ ചെയ്യപ്പെടാനായിട്ട് പൗലോസ് അവരെ വിളിക്കുകയാണ്. എന്താ വിളിച്ചത്? ഈ വാക്യം 12ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് എന്നോടൊന്ന് പറയണേ. 12ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകയാൽ നിങ്ങളും എന്നെ പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വാക്യം വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? ഞാൻ നിങ്ങളെ പോലെ ആകയാൽ എന്ന വാക്കിൻ്റെ എന്താ അതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളെ പോലെ ആകയാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്തർത്ഥത്തിൽ അവർ തമ്മിൽ തുല്യർ? ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു ആശയം, പൗലോസ് ഒരു യഹൂദനാണ്. യഹൂദനായിരിക്കുന്ന പൗലോസ് ഈ യഹൂദരല്ലാത്ത ഗലാത്യയിലെ ആളുകളുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നപ്പോൾ താനൊരു പരീശനാണെന്നോ താനൊരു യഹൂദനാണെന്നോ താൻ പരിച്ഛേദന ഏറ്റവനാണെന്നോ എന്നുള്ള രീതിയിലല്ല ഈ ഗലാത്യയിൽ ചെന്നത്. ഗലാത്യയിൽ ചെന്നത് പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഒരു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നത്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ദാസ്യത്വത്തിന്റെ കീഴിലല്ല. പിന്നെന്താണ്? ക്രിസ്തു നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ഭാഗം കാണും. അപ്പോൾ ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു ആശയം ഇതാണ്. 1 കൊരിന്ത്യർ 9:12 നോക്കിയേ. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ ആകയാൽ നിങ്ങളും എന്നെ പോലെ 1 കൊരിന്ത്യ ലേഖനം 9-ാമത്തെ അധ്യായം ഒന്നെടുത്താട്ടെ. ഏ 21-ാം വാക്യം സ്ക്രീനിൽ കാണുന്നത് തെറ്റാ. വായിച്ചു. ഒന്ന് കൊരിന്ത്യർ 9:21 നമ്മൾ വായിച്ചത്. അവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ന്യായപ്രമാണമില്ലാത്ത നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ അടുക്ക് വന്നപ്പോൾ ന്യായപ്രമാണം അനുസരിച്ചല്ല ജീവിച്ചത്. പിന്നെ എങ്ങനെയാ ജീവിച്ചത്? ഞാൻ നിങ്ങളിൽ ഒരുവരെ പോലെയാണ് ജീവിച്ചത്. ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവരെ പോലെയായി. അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഇവിടെ പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളിൽ ഒരുവനെ പോലായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഞാനൊരു പരിച്ഛേദനക്കാരനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ
ജീവിച്ചത്. ഞാനൊരു പരീശനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചത്. നിങ്ങളുടെ ഇടയിൽ ഈ വേറെ സുവിശേഷം വിതച്ച ആളുകൾ എങ്ങനാ? അവർ വേറെ ചില ആളുകളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ പോലാകണം. ഈ എന്നെ പോലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ പരിച്ഛേദന ഏറ്റാലേ യഥാർത്ഥ രക്ഷ പൂർത്തിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? പരിച്ഛേദന ഏറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിന്റെ ദാസ്യത്തിൽ നിന്ന് എന്നെ പോലെ സ്വതന്ത്രനാകണം. ഇതാണ് ആ 12-ാമത്തെ വാക്യത്തിന്റെ ആശയം. ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? ചില കൺഫ്യൂസ്ഡ് ആയോ? ഇല്ല. അതായത് പൗലോസ് ഒരു പരീശനാണ്, പരിച്ഛേദന ഏറ്റ വ്യക്തിയാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് ഗലാത്യ സഭയിലേക്ക് വന്ന പൗലോസ് ഒരു പരിച്ഛേദനക്കാരനായിട്ടോ ഒരു പരീശനോ ആയിട്ടല്ല അവരുടെ ഇടയിൽ വന്നത്. അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ഒരു പരീശന്റേതായ യാതൊരു മാമൂലുകളുമില്ലാതെ അവരിൽ ഒരുവനെ പോലെ പൗലോസ് ജീവിച്ചു. പക്ഷേ ഇതേ ഗലാത്യയിലെ സഭ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരും പണ്ട് അങ്ങനെ ആയിരുന്നു. അവർ ന്യായപ്രമാണം ഇല്ലാത്തവരായിരുന്നു, ജാതികളിൽ ഒരുവരായിരുന്നു. പക്ഷെ ഇപ്പോ അവരുടെ ഉള്ളിലൊരു സുവിശേഷം കടന്നു വന്നു. ഏതാ? വേറൊരു സുവിശേഷം പറയുന്നു, പരിച്ഛേദന ഏക്കണം, ന്യായപ്രമാണം. അവരാരായി മാറിപ്പോയി? പരിച്ഛേദനക്കാരായും പരീശനായും മാറുകയാണ്. അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തോണം? പരീശനാകരുത്, പരിച്ഛേദനക്കാരനാകരുത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്രിസ്തുവിൽ നിങ്ങൾ ഞാൻ അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് എന്ന് പറയുന്ന ഒത്തിരി പ്രിവിലേജസ് ഉള്ളൊരു മനുഷ്യനായിരുന്നു. പൗലോസിന്റെ പ്രിവിലേജസ് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ചപ്പെന്നും ചവറെന്നും ഒക്കെ എണ്ണിയ ആളാണ് പൗലോസ്. അത് കളഞ്ഞേച്ചു വന്ന പൗലോസിന് എന്താണ്? ഇപ്പോ ഇവര് ഈ അടിമത്വത്തിലേക്ക് പിന്നെയും പോയത് കണ്ടപ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പോലെ ആകണം. ഒരിക്കൽ ഒരു മിഷണറി വളരെ അപകടം പിടിച്ചൊരു പുഴ ക്രോസ് ചെയ്ത് അങ്ങേ മറുവശത്തുള്ള ഒരു ഗോത്രവർഗത്തിന്റെ ഇടയ്ക്ക് സുവിശേഷം പറയാൻ ചെന്നു. ഈ സുവിശേഷം പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇവിടം വരെ വന്നത്? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഈ പുഴയൊക്കെ കടന്ന് ഇവിടെ വന്നു? ഈ മിഷണറി പറഞ്ഞൊരു മറുപടിയുണ്ട്, ബിക്കോസ് ക്രൈസ്റ്റ് ക്രോസ് ദ ഗ്രേറ്റസ്റ്റ് ബ്രിഡ്ജ് ഫ്രം ഹെവൻ ടു എർത്ത് ഫോർ മീ. എൻ്റെ കർത്താവ് ഏറ്റവും വലിയ ഒരു പാലം കുറുകെ കടന്ന ഇങ്ങോട്ട് വന്നത്. എവിടെന്നാ? സ്വർഗത്തിൽ നിന്ന് പാപികളായ മനുഷ്യരെ നേടുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ എത്രയേ വന്നുള്ളൂ? ഒരു കൊച്ചു പുഴ ക്രോസ് ചെയ്ത് വന്നതേ ഉള്ളൂ. എൻ്റെ കർത്താവ് ഇത്ര വലിയൊരു പുഴ ക്രോസ് ചെയ്ത് വന്നെങ്കിൽ, ഒരു വിടവ് മറികടന്ന് വന്നെങ്കിൽ, ഞാൻ ഈ ചെയ്തത് ഈ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുമല്ലോ. ഞാൻ ഈ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ചില ആൾക്കാർ പറയും, ഇങ്ങേര് വലിയ എംടെക്കുകാരനാണ്, കോളേജിലെ പ്രൊഫസറായിരുന്നു. ഞാൻ പ്രൊഫസറൊന്നും ആയിട്ടില്ല ഒരിക്കലും. ഞാൻ പരമാവധി അസിസ്റ്റന്റ് പ്രൊഫസർ വരും. പക്ഷേ ഈ പരിചയപ്പെടുത്തുന്നവരുടെ ആവേശം കൊണ്ട് അവർ അസിസ്റ്റന്റ് എന്നുള്ളത് വിട്ടേച്ച് പ്രൊഫസർ എന്നൊക്കെ പരിചയപ്പെടുത്തി കളയും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്കൊരു സംശയമാണ്, അപ്പം ഞാൻ വിട്ടുകളഞ്ഞതാണോ കുറച്ചുകൂടെ നല്ലത്? പൗലോസ് പറയുന്നത് ഇത് ലാഭമായിരുന്നൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നെന്നാണ്. നമ്മൾ വല്ല അബദ്ധവും കാണിച്ചു നമുക്ക് തോന്നിപ്പോകും. കാരണം എന്നാ? ഇത് മുഴുവൻ എടുത്ത് പ്രൈസ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ പൗലോസ് പറയുന്നത് എന്താണ്? ഇനി നിങ്ങൾ അതിനെക്കുറിച്ചല്ല പ്രൈസ് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രശംസിക്കേണ്ടത് അതിനെക്കുറിച്ചല്ല, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആരോട് സുവിശേഷം പറയുന്നു അവരോട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും
ജഡരക്തങ്ങളോട് കൂടിയവനായി. നമ്മൾ ആരോട് സുവിശേഷം പറയാൻ പോകുന്നോ അവരോട് ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം? അതല്ല, നമ്മളും പാപം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാനും ഏതവസ്ഥയിലായിരുന്നു? ഇതേ തുല്യമായ പാപത്തിൻ്റെ അനുഭവത്തിലായിരുന്നു. പാപത്തിൻ്റെ ദുർഗന്ധത്തിൽ കിടന്നവരാണ്, പാപത്തിൻ്റെ ചേറിൽ കിടന്നവരാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഉന്നത ഭാവം ഒരിക്കലും ഉണ്ടാകില്ല. ചിലർ സുവിശേഷം പറയാൻ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇപ്പൊ പിടിച്ച് നരകത്തിൽ ഇടുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില്ല. കാരണം ഞാൻ മാത്രം പോവുകയാണ്, നിങ്ങളൊക്കെ എവിടെ പോകാനുള്ളവരാണ്? അതല്ല, പൗലോസ് അവരോട് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ട്രൂ മിനിസ്ട്രി, യഥാർത്ഥമായ ഒരു സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവജനത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. ഈ പാസ്റ്ററൽ മിനിസ്ട്രി അച്ഛന്മാരൊക്കെ ആയി കഴിയുമ്പോൾ ട്രെയിനിങ് തരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നെന്ന് കരുതുക, അല്ലെങ്കിൽ ചായയോ എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ നമുക്ക് ആ വീടിൻ്റെ സാഹചര്യവും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഹൈജീൻ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ തന്നാൽ സ്തോത്രത്തോടെ വാങ്ങി കഴിച്ചോണം. ഞാനൊരിക്കൽ രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറോളം ഒരു കുന്നിൻ ചെരുവിലൂടെ നടന്നാണ് 4 വീടുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ കുന്നിൻ ചെരുവെന്ന് പറഞ്ഞാൽ നടപ്പാതയാണ്. എന്ന് പറഞ്ഞാൽ ഈ കുന്നിങ്ങനെ ചെരിഞ്ഞിങ്ങനെ പോകുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് നടക്കുന്ന ഒരു വഴിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ നടന്ന് ആ ചെരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളങ്ങ് തളർന്നു. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു രീതി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തരും ആദ്യം. അത് കഴിഞ്ഞ് ഞങ്ങളെ വിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും റൊട്ടിയും ചിക്കൻ കറിയും തന്നു. അപ്പോൾ ഈ ചിക്കൻ കറി തന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ഇവരുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഒരു കോഴിയുടെ തല അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇവർ ഈ കോഴിയെ കൊന്നേച്ചാൽ കോഴിയുടെ തല അവിടെ കിടന്നത് ആ മുറ്റത്ത്, നമ്മൾ വരുന്ന ആ വഴി തന്നെ. ഇത് കണ്ടേച്ചാൽ നമ്മളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ സാധനമൊക്കെ എടുത്തു തരുന്നത്. പക്ഷെ സ്തോത്രത്തോടെ കഴിച്ചു. ഈ കറി കഴിക്കുന്നതിനിടയ്ക്ക് ഇതിനകത്ത് ചില തൂവലൊക്കെ കിട്ടും. ഇന്ന് നിങ്ങൾ ചിക്കൻ കറി കഴിക്കുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മ വന്ന് എന്നെ പ്രാഗിയാക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അത് കഴിച്ചില്ലെങ്കിലും പഞ്ചാബി ചെല്ലുമ്പോൾ ഒരു ചായ കുടിച്ചാൽ, പഞ്ചാബി പോയിട്ടുള്ളവർക്കറിയാം, മധുരം എന്ന് പറഞ്ഞാൽ പൂസായി പോകാൻ പാകത്തിലുള്ള മധുരം ഇട്ടാണ് അവർ ചായ വെച്ചത്. ആ കുഞ്ഞു സാറിനൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പക്ഷെ ഇതൊന്നും ഭാവിക്കാൻ കഴിയില്ല. രാജസ്ഥാനിൽ തന്നെ ഒരു ഉൾഗ്രാമത്തിൽ ഒരിക്കൽ പോയപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. ഇവര് ഈ ഉണക്കമീൻ കൊണ്ട് കറി വെച്ച് തന്നു. എനിക്കാണെങ്കിൽ ഈ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് മുള്ള. ഞാനിത് എങ്ങനെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എനിക്കിത് നുള്ളിപ്പെറുക്കിയിട്ട് തീരുന്നുമില്ല. അവസാനം കഴിച്ചു വന്നപ്പോൾ ഇടയ്ക്കൊരു മുള്ള് തൊണ്ടയിൽ കുടുങ്ങി. ഞാൻ ഓർത്തു, മിക്കവാറും ഈ ഗ്രാമത്തിലാണ് എൻ്റെ അവസാനത്തെ ദിവസം. കാരണം അവിടെ നിന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. പ്രൈമറി അത്രയ്ക്ക് ഉൾഗ്രാമമാണ്. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് പോലും അറിയില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു തുടങ്ങി. ഞാൻ വേഗം ഒരു റൊട്ടി എടുത്ത് ഒരു വിഴുകിൽ വിഴുകി, എന്നിട്ടും ഒരു അനക്കമില്ല. സാധനം അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു, ഏകദേശം തീരുമാനമായി. കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ചു വന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ഗ്യാസ് വരുന്ന പോലെ ഇങ്ങ് വരികയും ഇതങ്ങ് പോയി, അങ്ങ് ഇറങ്ങിപ്പോയി സാധനം. ഞാൻ അത് പറയുമ്പോൾ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന, ആ സമയത്ത് തിരുവല്ലായിലുള്ളൊരു സഹോദരിയുടെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ട് അത് അകത്ത് ചെന്ന് ഒരാഴ്ചയോളം ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് ഈ വിഷയത്തിന് വേണ്ടി. ജീവൻ കിട്ടുമോ എന്നറിയാൻ മേലെ അവസാനം അത് എനിക്ക് തന്നെ അകത്തെവിടോ ലെങ്സിൽ പോയോ എന്ന് സംശയം വന്നു. ഒത്തിരി സ്കാൻ ചെയ്ത് അവസാനം കണ്ടുപിടിച്ച് അത് എടുത്ത് കളഞ്ഞുകയാണ് ചെയ്തത്. ഈ ന്യൂസ് നടന്നതിൻ്റെ ഉടനെയാണ് ഞാൻ ഈ രാജസ്ഥാനിൽ പോയത്. അപ്പോഴാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അത്രേ ഉള്ളൂ. അവർ സ്നേഹത്തോടായി മീൻകറി വെച്ച് തന്ന കാര്യം അറിയോ, രാജസ്ഥാനിൽ മീൻ കിട്ടുന്ന സ്ഥലമല്ല. കടലടുത്തില്ല, ഒരു പോർട്ട് അടുത്തില്ല.
മീനൊന്നും അങ്ങനെ എളുപ്പത്തിൽ, പക്ഷെ ഇവർ നമ്മൾ ചെന്ന സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്ത് ഇതെടുത്തു തരുമ്പോൾ ഇത് കണ്ടാലൊന്നും പലപ്പോഴും കഴിക്കാൻ തോന്നില്ലെങ്കിൽ പോലും നന്ദിയോടെ ഇത് വാങ്ങി നമ്മൾ കഴിക്കും. കാര്യം എന്നാ? അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷ ദൗത്യമെന്ന് പറയുന്നത്, അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ശാന്തമായി പരിശോധിക്കാം. ഒന്നാമതായി പൗലോസ് ഗലാത്യയിലെ സഭയുടെ മുമ്പിൽ പറയുന്നൊരു അപ്പീൽ ഇതാണ്: ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഒരു പരിച്ഛേദനക്കാരനായിട്ടോ പരീശനമായിട്ടല്ല വന്നേ, നിങ്ങളിൽ ഒരുവനെ പോലെ, ന്യായപ്രമാണമില്ലാത്ത ഒരുവനെ പോലെയാണ് വന്നത്. 2, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ഗലാത്യ സഭയുടെ, ഗലാത്യയിലുള്ള ആളുകളുടെ ആദ്യത്തെ സ്നേഹത്തെ കുറിച്ച് പറയുക. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ സഹോദരൻ ഇപ്പം പഴയ സ്നേഹമൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പഴയ സ്നേഹത്തിലേക്ക് വരണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ പൗലോസ് കൊണ്ടുവരുന്ന രണ്ടാമത്തെ ആശയം. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എൻ്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ, ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയാത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. ഗലാത്യ സഭയെക്കുറിച്ച് പൗലോസ് രണ്ടാമത് പറയുന്നത് അന്നത്തെ കാലത്തെ ഇവരുടെ സ്നേഹത്തെക്കുറിച്ച്. ആദ്യമായി പൗലോസ് ഗലാത്യയിൽ ചെന്നു. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, 13-ാമത്തെ വാക്യം. ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടത്തെ ആശയം, പൗലോസ് അവിടെ ചെന്നത് തൻ്റെ ശരീരത്തിന്റെ ബലഹീന നിമിത്തം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ പൗലോസ് ഗലാത്യയിൽ കുറച്ച് നാൾ താമസിച്ചു. തനിക്ക് ഗലാത്യയിൽ സുവിശേഷം അറിയിക്കാൻ ചെന്ന സമയത്ത് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു സൂചനയില്ല. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ അല്ല, 2 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് മാറിപ്പോകാൻ വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഈ അതെന്താണെന്നൊന്നും പൗലോസ് അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുന്നില്ല. പൗലോസ് ഒരുപക്ഷെ ചില ആളുകൾ പറയുന്നു പൗലോസിന്റെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലേഖനത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വലിയ അക്ഷരമായിട്ട് എഴുതുന്നു. വലിയ അക്ഷരമായിട്ട്. എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം ഈ A4 ഷീറ്റിലാണ് പ്രസംഗത്തിന്റെ കുറിപ്പ് എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കാൻ നേരത്തെ ഞാൻ നോക്കുമ്പോൾ ഒരു സോഡാക്കുപ്പി പോലത്തെ ഒരു കണ്ണട വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ പേപ്പർ ഇങ്ങനെ കൈ പിടിച്ചേച്ചാണ് നോട്ട്സ് നോക്കുന്നത്. അപ്പൊ A4 ഷീറ്റിലെ പുറകിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം എന്താ എഴുതിയിരിക്കുന്നത്. കാരണം മാർക്കർ പെൻ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. അത് ഇങ്ങനെ പിടിച്ചേച്ചാണ് നോക്കുന്നത്. അധികം പ്രായമൊന്നുമില്ല, ഒരു 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളാ. സെമിനാരിയിൽ 1ാം റാങ്കിൽ പാസ്സായ ആളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ പൗലോസ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. കണ്ണിനെന്തോ ഒരു പ്രശ്നം. ഇത് ആണെന്ന് ഞാൻ ഉറപ്പ് പറയുകയല്ല. ശരീരത്തിന്റെ ബലഹീന നിമിത്തം എന്ന് പറയുമ്പോൾ ഇതാണെന്നുള്ളത് ഉറപ്പ് പറയുകയല്ല. ഒരു പക്ഷേ ഗലാത്യയിൽ ചെന്നപ്പോൾ പൗലോസിന് പിടിപെട്ട എന്തെങ്കിലും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടാകാനും സാധ്യതയുണ്ട്. നമുക്കതിന് ബൈബിൾ സൈലന്റ് ആയ കാര്യത്തെക്കുറിച്ച് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? ഗലാത്യയിൽ കുറേ നാളുകൾ പാർത്തു. അവിടെ പാർത്ത സമയത്ത് എങ്ങനെയാണ് പൗലോസിനെ അവർ സ്വീകരിച്ചത്? നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചാട്ടെ ആ വാക്യം ഒരിക്കൽ കൂടെ. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആ ആ ആ നിങ്ങൾ എങ്ങനെ എന്നെ കൈക്കൊണ്ട്? ദൈവദൂതനെ പോലെ.
അവിടെ നിർത്തിയില്ല, അടുത്ത ഡിഗ്രിയിലേക്ക് കൊണ്ടുപോയി. ആരെ പോലെയാ? യേശു ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുയേശുവിനെ പോലെ എന്ത് ചെയ്തു? നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. അപ്പം അവരുടെ ആ സ്നേഹത്തിന്റെ ആഴമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് ചിലപ്പോഴൊക്കെ ഈ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ദൈവദാസന്മാരോടുണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും ഓർത്തു നോക്കി. ദൈവദാസന്മാർ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലെ അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആദ്യ നാളുകളിൽ ഞാൻ പറഞ്ഞത്, ഒരാൾ ദൈവകൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവദാസന്മാരോട് ഭയങ്കര സ്നേഹവും ബഹുമാനമായിരിക്കും. ദൈവകൃപയിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഈ ദൈവദാസന്മാരോടുള്ള മനോഭാവത്തിലും പൗലോസ് വാസ്തവത്തിൽ ഇവിടെ എടുത്തു പറയാം, നിങ്ങൾ അന്ന് എന്നെ സ്വീകരിച്ചപ്പോ ദൂതനെ പോലെ അല്ല, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. കർത്താവ് പറയുന്നില്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ ഈ എളിയവരിൽ ഒരുത്തിന് ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അത് ആർക്കും കൊടുത്ത പോലെ? കർത്താവിന് കൊടുത്ത പോലെ. നമ്മൾ ആദ്യ നാളുകളിൽ നമ്മളെല്ലാവരും ഇതുപോലായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹം ദൈവദാസന്മാരോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലക്രമേണ എന്ത് ചെയ്യുന്നു? ഇത് ഇവിടെ നമ്മൾ ഓർക്കണം. അവിടെ ഒരു പൗലോസ് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഒരാൾക്ക് വേണ്ടി കണ്ണ് പറിച്ച, നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്, ചങ്ക് പറിച്ചു കൊടുക്കുക എന്ന് പറയും അല്ലേ? ചങ്ക് പറിച്ചു കൊടുക്കുക. അതാ സ്നേഹത്തിന്റെ ഡെപ്ത് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. പൗലോസും ഗലാത്യ സഭയും തമ്മിലുണ്ടായിരുന്ന കൂട്ടായ്മയുടെ ബന്ധം അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. ഇപ്പൊ ഒരുപക്ഷെ നമ്മളെല്ലാവരും ആ പഴയ ഒരു ദിവസത്തെക്കുറിച്ചും, ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊക്കെ എപ്പോൾ പോകുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ചില ദൈവദാസന്മാരോട്, ചില ദൈവമക്കളോട് ഉണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ ആഴം. എൻ്റെ വീട്ടിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അപ്പൻ ആ ആളല്ല ഇതാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അവരോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുക, അവരുടെ കൂടെ പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ ഏതെങ്കിലും വീടുകളിൽ സുവിശേഷം പറയാൻ പോവുക, ആ ആദ്യ സ്നേഹം. എന്നാൽ അവരുടെ ആ സ്നേഹം, ആ സന്തോഷം പതിയെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒന്ന് സ്വയം പരിശോധിക്കണം. നമ്മളിലുള്ള ആ ആത്മീയ സന്തോഷം എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ? അതൊരു വലിയ സൂചനയാണ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അത് ആദ്യകാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പൊ ആ സന്തോഷം കുറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് എവിടെയോ എന്തോ ഒരു പാകപ്പിഴ വന്നെന്ന. ഈ ഗലാത്യയിലെ സഭയിൽ ഈ ദുരുപദേശം കടന്നു വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഈ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ മനസ്സുണ്ടായിരുന്ന ഈ ഗലാത്യയിലെ സഭ ആ സ്നേഹത്തിൽ നിന്നും അന്നുണ്ടായിരുന്ന ആത്മീക സന്തോഷത്തിൽ നിന്നും പുറകോട്ട് പോയായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ കോട്ടയത്തേക്ക് വരുമ്പോൾ പാമ്പാടിയിലുള്ളൊരു സഹോദരനെ, ഞാൻ എൻജിനീയറിംഗിന് പഠിച്ച കാലത്ത് എനിക്കറിയാം. അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചതല്ല, എൻ്റെ കോളേജിനടുത്തുള്ള ഒരു ബ്രദറൻ സഭയിലെ സുവിശേഷകനായിരുന്നു അദ്ദേഹം. എന്നേക്കാൾ 2 വയസ്സിന് മൂപ്പേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അദ്ദേഹം എന്നെ പ്രസംഗിക്കാൻ ഒത്തിരി പഠിപ്പിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ സഭയിലാണ്, അവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പം ആ സഭയിൽ ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായി. അവിടുത്തെ സീനിയർ ഉപദേശീനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയ സമയത്ത് ഈ ദൈവദാസൻ അവിടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചില ഞായറാഴ്ചയ്ക്ക് എന്നോട് പ്രസംഗിക്കാൻ പറയും. അപ്പം ഞാൻ പ്രസംഗിക്കും. അപ്പം എനിക്ക് അന്നേരം 20 വയസ്സ് ഒക്കെ പ്രായം, 20-21 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഇദ്ദേഹം സെമിനാരി പഠനം കഴിഞ്ഞേച്ച് വന്നേക്കണ ആളാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് സെമിനാരി പോയി പഠിച്ചേച്ച് അവിടെ സുവിശേഷകനായിട്ട് വന്നേക്കാം. അപ്പം ഞാൻ പ്രസംഗിക്കും.
ആരാധനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിരിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് അവിടെ ഒരു വാടകയ്ക്കൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും. ചോറുണ്ട് കഴിഞ്ഞിട്ട് 10 രൂപയുടെ ഒരു പാക്കറ്റ് പക്കാവട മേടിക്കും. ഇതും മേടിച്ചുകൊണ്ട് ഇതേ സഭാഹോളിലേക്ക് തിരിച്ചു വരും. സഭാഹോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 4/1 അത്രയേ ഉള്ളൂ. ഒരു കടമുറി, ചെറിയൊരു കടമുറി അത്രയേ ഉള്ളൂ. ഷട്ടർ ഇട്ടിരിക്കുന്നൊരു ചെറിയ ഹോളാണ്. അവിടെ വരും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയും, അന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ കുഴപ്പമെല്ലാം ഒരു ലിസ്റ്റ് ഇട്ട് തരും. ഞാൻ ഓർക്കും ഇതിനൊരു അന്തമില്ല, കാരണം വലിയ ലിസ്റ്റാണ്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനല്ല പറയേണ്ടത്, ഇങ്ങനല്ല പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരമാവധി അദ്ദേഹം എന്നെ സഹായിച്ചു. ഇത് പറഞ്ഞു തരും. എന്നിട്ട് എന്നോട് പറയും, പോയി പ്രസംഗിക്കാൻ പറയും, ഒന്നോടെ പ്രസംഗിക്കാൻ പറയും. ഇവിടെ 60 പേരുണ്ടെന്ന് വിചാരിച്ചു, അവിടെ ആകെ 4 വീട്ടുകാരേ ഉള്ളൂ. എന്നാലും എന്നോട് പറയും 60 പേരുള്ള പോലെ പ്രസംഗിക്കാൻ പറയും. ഞാൻ എഴുന്നേറ്റ് നിൽക്കും, പിന്നെയും പ്രസംഗിക്കും. രണ്ടാമത് പ്രസംഗിക്കും. പ്രസംഗിച്ചു കഴിയുമ്പോൾ കുറേ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇതെനിക്ക് കിട്ടിയൊരു ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. എന്തായാലും എൻ്റെ എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞു. ഞാൻ അതേ കോളേജിൽ കുറച്ച് നാൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നും അദ്ദേഹം അവിടെ ഉണ്ട്. ഞങ്ങൾ നല്ല സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം നമ്മളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലി ചെയ്തു, പിന്നീട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. പക്ഷെ കോട്ടയത്തേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ ഞാൻ ഒരിക്കൽ ഇവിടെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ യാത്രയുടെ ഇടയിൽ കണ്ടു. അപ്പോൾ നമ്പർ വാങ്ങി. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തിന് എൻ്റെ ശബ്ദം ഫോണിൽ കൂടെ കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹം, നമുക്ക് ഈ മറിയയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ പുള്ള തുള്ളി എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമൊക്കെ ഞാൻ ആ ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എനിവേ ഞാൻ കോട്ടയത്ത് വന്ന് ഞാനിങ്ങനെ ഇവിടെ ആണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടപ്പോൾ പുള്ളിക്ക് അത് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഒരു ബ്രദറൻ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിനോമിനേഷണൽ സാധനം കയറി. ഇപ്പം ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. ആദ്യം 1-2 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ പല പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ സഹോദരൻ ഞാൻ ഇച്ചിരി തിരക്കാം, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ എന്ത് ചെയ്യണ്ട. എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ഓർമ്മ വരുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരെയും നമ്മുടെ ആത്മീക ബന്ധത്തിലുണ്ടായിരുന്ന ചിലരെയൊക്കെ ഓർമ്മ വരുമ്പോൾ അത് വളരെ ക്ലിയർ എവിഡൻസ് ആണ് കേട്ടോ. ഇപ്പം അയാൾ നമ്മുടെ അടുത്ത് വന്ന് മുഖം കറുപ്പിച്ച് ഒന്നും പറയണമെന്നില്ല, കണ്ണ് ചൂഴ്ന്നെടുത്ത് തരാൻ തയ്യാറായിരുന്ന ഗലാത്യർക്ക് ആ ഒരു ഇൻറ്റിമസി ഇപ്പം ഇല്ലെങ്കിൽ ഓർത്തോണം, എന്താ എപ്പോഴോ ഒരു വലിയ വിടവ് സംഭവിച്ചിട്ടുണ്ട്. പണ്ട് സമയമില്ലെങ്കിൽ ഇങ്ങേരുടെ വീട്ടിൽ നമ്മൾ പോകും, അവർ നമ്മുടെ വീട്ടിൽ വരും. പക്ഷെ ഇപ്പോൾ ഫ്രീ ആണെങ്കിലും സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കും. കാര്യം എന്താ? ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. മൂന്നാമത്തെ പൗലോസിൻ്റെ അപ്പീൽ ഒരു ചോദ്യമാണ്. 17-ാമത്തെ വാക്യം. എന്താ ചോദ്യം? ഇങ്ങനെയൊക്കെ ആയിരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? വാസ്തവത്തിൽ പൗലോസിന്റെ ഒരു ഹൃദയത്തിന്റെ ഭാരം നിങ്ങളൊന്ന് ഓർക്കണേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ ശത്രുവായത്? ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടോ? പൗലോസ് ചോദിക്കുക, സത്യം പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ ഇപ്പൊ എന്റെ ശത്രുവായിരിക്കുന്നത്? നിങ്ങൾ തെറ്റിപ്പോയപ്പോൾ സഹോദര താങ്കളുടെ സ്റ്റാൻഡ് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഗലാത്യരെ നിങ്ങളുടെ നിലപാട് ശരിയല്ല, നിങ്ങളുടെ വിശ്വാസം ശരിയല്ല, നിങ്ങളുടെ ഉപദേശം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്? ഇന്ന് പൗലോസിന്റെ ജീവിതത്തിൽ ആ സത്യം പറഞ്ഞതുകൊണ്ടുണ്ടായ ശത്രുതയെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ തിരിച്ചറിയുന്നത്. എന്ന് പറഞ്ഞാൽ അവരോട് പൗലോസ് വെക്കുന്ന അപ്പീൽ ഇത്രയേ ഉള്ളൂ: ഞാൻ നിങ്ങളെ വല്ലതും ചതിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും പിടിച്ചു മേടിച്ചിട്ടുണ്ടോ? 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് അന്യായം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പൗലോസ് പറയാതെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ നിങ്ങളോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ആകെ ചെയ്തിരിക്കുന്നത് എന്താണ്? സത്യം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുമല്ലേ ഈ കാര്യം?
ചിലരോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഈ പിയർ പ്രഷറിനെ കുറിച്ചും ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു സീരീസ് ചെയ്തു. 7 ക്ലാസ് ഉള്ളൊരു സീരീസ് ചെയ്തു യുവജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനകത്തൊരു 4 ടൈപ്പ് ഫ്രണ്ട്സിനെ നമുക്ക് വേണമെന്നൊക്കെ പറഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒരു ടൈപ്പ് ഫ്രണ്ടിന് കൊടുത്ത പേരാണ് ബ്രൂട്ടലി ഓണസ്റ്റ്. ബ്രൂട്ടലി ഓണസ്റ്റ്. എടാ, എൻ്റെ ഈ ഷർട്ട് എനിക്ക് ചേരുമോ? അപ്പോൾ ചില ആൾക്കാർ ഒട്ടും ചേരാത്ത ഷർട്ടാണെങ്കിലും ചിലർ പറയും അടിപൊളിയായിട്ടുണ്ട്, കിടുവായിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഭാഷയാണ്. ചെത്തായിട്ടുണ്ടെന്നൊക്കെ പണ്ട് പറയുന്ന, ആ ചെത്തായിട്ടുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ പ്രായമായല്ലേ. ഇപ്പോഴത്തെ സ്റ്റൈലില് ലേറ്റസ്റ്റ് അത്ര എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ആരാ സത്യസന്ധൻ എന്നറിയാവോ? ആരാ ഏറ്റവും നല്ല ഫ്രണ്ട്? എടാ, ഊരി കളയണ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് സത്യസന്ധനായ ഫ്രണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു ഇവൻ എൻ്റെ ശത്രുവാ, ഇവൻ എന്നോട് അസൂയയാണ് എല്ലാമാണ് നമുക്ക് തോന്നുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ഇവിടെ പൗലോസ് പറയുന്ന ആശയം അത് തന്നെയാണ്. സത്യം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ വഷളായി പോകാനായിട്ട് കുഴപ്പമില്ല എന്നൊന്ന് മിഠായി പൊതിഞ്ഞു പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയും കുഴപ്പമില്ലായിരിക്കും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരാൾ നമ്മളെ കറക്റ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ഒരാൾ നമ്മളെ തിരുത്തിയാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? അക്സെപ്റ്റ് ഇറ്റ്, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. നമ്മൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായാലും നമ്മുടെ പ്രസംഗത്തിൽ ഒരു നാക്കുപിഴ വന്നാൽ, ഇനി അല്ല നമ്മുടെ ചിന്തയെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ സംശയം പ്രകടിപ്പിച്ചാൽ അവരെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അക്സെപ്റ്റ് ഇറ്റ്. ഞാനൊരു ദിവസം, എൻ്റെ ഒത്തിരി കഥകൾ ഇന്ന് പുറത്തു വരികയാണ്. ഒരു ദിവസം ഞാൻ ഒരു ഭവന പ്രാർത്ഥനയിൽ പ്രസംഗിച്ചു. അപ്പോൾ ഒരു അച്ഛൻ അവിടെയുണ്ട്. അപ്പോൾ യോഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, ബേസിലെ ഞാൻ രാത്രി ഒന്ന് വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛനും ഒത്തിരി ദൂരം യാത്ര ചെയ്തേ വീട്ടിലെത്തുള്ളൂ, എനിക്കും നല്ല ദൂരം യാത്ര ചെയ്തേ വീട്ടിലെത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് അച്ഛൻ വിളിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം ആ കാര്യം ഓർത്തില്ല. അന്നും അച്ഛൻ വിളിച്ചില്ല. അതിൻ്റെ അടുത്ത ദിവസം അച്ഛൻ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ടിങ്ങനെ ഭയങ്കര മുഖവുരയാണ്. ഇൻട്രോഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രോഡക്ഷൻ കേൾക്കുമ്പോഴേ അറിയാം എന്തോ കാര്യമായിട്ടുണ്ട് പറയാൻ. അപ്പം ഇങ്ങനെ കിടന്ന് വളഞ്ഞു പിടിക്കുക. അങ്ങനെ അത് പിന്നെ വേറൊരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പം അവസാനം എൻ്റെ ക്ഷമ കിട്ടും. കാരണം എനിക്കിത് അല്ലേ തന്നെ എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. അപ്പം ഞാൻ അച്ഛനോട്, അച്ഛാ എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറഞ്ഞോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം അച്ഛൻ എൻ്റെ അന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു പ്രശ്നം അച്ഛൻ എന്നോട് ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് പറയാനാണോ ഇങ്ങനെ വളഞ്ഞു? അത് ആദ്യമേ പറഞ്ഞാൽ പോരെ. അപ്പം അച്ഛൻ എൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അച്ഛൻ ഒരു അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ കൺവെൻഷൻ പ്രസംഗകനോട് ഒരിക്കൽ അച്ഛൻ ഒന്ന് പറയാൻ ശ്രമിച്ചതാ. അന്ന് അടി കിട്ടിയ പോലെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പം ഞാനും ഇങ്ങനെ ചില മീറ്റിങ്ങിനൊക്കെ പോയി പ്രസംഗിക്കുന്ന ആളാണെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ എന്നോടും ഇതേ ടെൻഷൻ. അതാണ് ഈ വളഞ്ഞ്. പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മളോട് സത്യം പറയുമ്പോൾ, ഈ നമ്മളോട് ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ അതിനൊരു പക്വത വരണം. ചിലരെങ്ങനെയാണെന്ന് പറയുമ്പോൾ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പേ പൊട്ടിത്തെറിച്ച് കളയും. എന്താ പറയാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ പ്രതികരിച്ച് കളയും. ടീച്ചബിലിറ്റി. നമ്മൾ എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും നമ്മൾ ടീച്ചബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നവർ നമ്മുടെ ശത്രുക്കളായി. എന്നാൽ യഥാർത്ഥമായ പക്വതയുള്ള ഒരു ദൈവവൈദ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താ? തെറ്റ് പറഞ്ഞു തരുമ്പോൾ അക്സെപ്റ്റ് ഇറ്റ്. നമുക്കൊക്കെ പൊതുവെ ഈ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് പന്ത് കളിച്ച് എൻ്റെ ഈ വലത്തെ കാൽക്കുഴയ്ക്കൊരു സന്ധ്യയ്ക്കാണ് കളിച്ചത്. വേറൊരാളുടെ കാലുമായിട്ട് കൂട്ടി ഇടിച്ച് എൻ്റെ കാലിൻ്റെ കുഴയ്ക്കൊരു വേദന. പിറ്റേ ദിവസം ഞാൻ ബൈക്ക് ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഞാനും ജിവിയും കൂടെ ബൈക്ക് ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി.
ഹോസ്പിറ്റലിൽ ചെന്നു, എക്സ്റേ എടുത്തു. ഡോക്ടർ അപ്പം ജൂനിയർ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ കുഴപ്പമല്ലോ ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞില്ല. പുള്ളി പറയും സാറ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ലിഗമെന്റ് ടിയർ ഉണ്ട്, പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമം, കാരണം ബൈക്ക് ഓടിച്ച് വന്ന ഞാൻ തിരിച്ച് പ്ലാസ്റ്റർ ഇട്ട് പോകേണ്ട അവസ്ഥയാണ്. എനിവേ പ്ലാസ്റ്ററൊക്കെ ഇട്ടു. അപ്പോൾ തിരിച്ച് ഓട്ടോ വിളിച്ചു പോയി. പിന്നെ എൻ്റെ അനിയൻ വന്ന ബൈക്കൊക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ ചെന്നിട്ടൊക്കെ ഒരു അസ്വസ്ഥതയാണ്. ഈ ഡോക്ടർ ശരിക്കും ടിയർ ഉണ്ടായിട്ടായിരിക്കും, കാരണം എക്സ്റേയിൽ എന്തായാലും ലിഗമെന്റ് ടിയർ കാണാൻ പറ്റില്ല. പക്ഷെ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറയുകയാണ് ലിഗമെന്റ് ടിയർ ആണ്. ഇത് ശരിയായിരിക്കില്ല. ഉടനെ നമ്മൾ ഇതൊരു ശനിയാഴ്ചയായിരുന്നെന്ന് തോന്നുന്നു, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടറെ ചെന്ന് കണ്ട വഴി പുള്ളി എന്നോട് പറഞ്ഞു, ഇന്ന ഡോക്ടറല്ലേ ഇട്ടത്? എനിക്കറിയാം, ഞാൻ ഡോക്ടറുടെ പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഡോക്ടർ ഇങ്ങോട്ട് പറയുകയാണ്, ഇന്ന ഡോക്ടറല്ലേ പറഞ്ഞു. ആ പുള്ളിക്ക് ഇത് സ്ഥിരം പരിപാടിയാണ്, ഈ പ്ലാസ്റ്റർ വെട്ടി വെച്ച് നടന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സമാധാനമായി. പ്ലാസ്റ്ററൊക്കെ വെട്ടി വീട്ടിൽ പോയി. പക്ഷെ ഇപ്പോഴും സ്പീഡിൽ നടക്കുമ്പോൾ ഈ കാലിനൊരു വേദനയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഈ ഉള്ളത് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല, നമുക്കത് ഉൾക്കൊള്ളാനും നമുക്കത് അംഗീകരിക്കാനും ഒക്കെ ഭയങ്കര മടിയാണ്. നമുക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. ഇദ്ദേഹം എല്ലാ പ്രസംഗത്തിലും ആശുപത്രിക്കാരെ കുറിച്ച് കുറ്റം പറയും. എല്ലാ പ്രസംഗത്തിലും ഡോക്ടർമാർ കാശ് പിടിക്കാനിരിക്കുക എന്നൊരു വാചകം പുള്ളി എവിടെയെങ്കിലും പറഞ്ഞിരിക്കും. നമ്മുടെയൊക്കെ പൊതുവെ ഉള്ളൊരു മനോഭാവമാണ്. സാറോട് ഇരിപ്പുണ്ട്, അത് ഞാൻ നമ്മുടെ കുഴപ്പമായിട്ട് പറയുക. നമുക്കിത് വിശ്വസിക്കാനും, ഡെന്റിസ്റ്റുകളുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഒരു പല്ലിന് വേദനയായിട്ട് ചെന്നതാ. പക്ഷേ ഈ ഡെന്റിസ്റ്റുകൾ അതിന് മാത്രമല്ല കേട്ടോ, ഇപ്പത്തെ പല്ലിനും. അത് ഞാൻ കർത്താവുമായിട്ടാണ് ഡെന്റിസ്റ്റുകളെ ഉപമിക്കുന്നത്. കാരണം ഡെന്റിസ്റ്റുകളുടെ ഒരു പ്രത്യേകത കർത്താവിനെ പോലെയാ. ഒരു പാപം വെളിപ്പെടുത്തി കർത്താവ് അവിടെ നിർത്തില്ല. മോനെ ഇതുമല്ല, ഇതിൻ്റെ അടിയിൽ അടുത്ത റൂട്ട് കനാൽ ചെയ്യണം. കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പലപ്പോഴും ഓണസ്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, ടീച്ചിങ്സ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നാലാമത്തെ പൗലോസിന്റെ അപ്പീൽ എന്താണ്? ദ ഫോൾസ് സീൽ ഓഫ് ദ ജൂഡൈസേഴ്സ്. ഈ പരിച്ഛേദനക്കാരുടെ എരിവ്. ഇവിടെ നോക്കിയേ, 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. എന്നിട്ട് പറയാണ്, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ഇവിടെ പൗലോസ് പറയുന്നത്, ഈ ഗലാത്യര് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ഈ പരിച്ഛേദനക്കാരുടെ ഒരു ഉത്സാഹവും ആവേശവും കണ്ടോ, എന്നാ തീഷ്ണതയാ അവർക്ക്. നമുക്കാണേലും തോന്നും അല്ലേ, പക്ഷെ നമ്മുടെ പള്ളിക്കാരെക്കാരും അവർക്ക് ഭയങ്കര തീഷ്ണതയാണ്. അപ്പൊ നമുക്ക് തോന്നി അതായിരിക്കും ശരി. ഞാൻ ഈ അടുത്ത കാലത്ത് ചില പുതിയ സഭകളെ കുറിച്ചൊക്കെ പഠിക്കാനിടയായി. പുതിയതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടായെന്നുള്ള അർത്ഥത്തിലല്ല, ഈ ചില ദുരുപദേശക്കാരെ കുറിച്ച്. മോർമോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. മോർമോൺസ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. ഇംഗ്ലണ്ടില്, UK, അയർലൻഡിലൊക്കെ ധാരാളം മോർമോൺസ് ഉണ്ട്. അമേരിക്കയിലും ഉണ്ട്. അവരുടെ ഒരു വളരെ ഒരു വികലമായ കാഴ്ചപ്പാട്. പക്ഷെ ഇവരുണ്ടല്ലോ, തെരുവിൽ നിന്ന് സുവിശേഷം പറയുന്ന കാര്യത്തിൽ ഇവരുടെ ആവേശം കാണണം. നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടു കാണും, ഒരു ചെറിയ സ്റ്റാൻഡേൽ ട്രാക്റ്റും ബൈബിളിന്റെ കോപ്പിയൊക്കെ വെച്ചുകൊണ്ട് യഹോവ സാക്ഷികൾ എത്തുന്ന കണ്ടിട്ടുണ്ടോ? ഈ കൊടി കുത്തിയ തോമാശ്ലീഹായുടെ പാരമ്പര്യം പറയുന്ന ഒരാളെ അങ്ങനെ നിൽക്കാൻ കിട്ടൂല. പക്ഷേ ഇവര് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അവരെന്തോ പറഞ്ഞാൽ തന്നെ അവർക്കൊരു എരിവുണ്ട്, അവർക്കൊരു തീഷ്ണതയുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ഈ പരിച്ഛേദനക്കാരുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര എരിവാ, ഇവർക്ക് ഭയങ്കര തീഷ്ണതയാ. എന്നിട്ട് പറഞ്ഞു, അത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ അത്ര ഇച്ഛിക്കുന്നത്. അവരുടെ ഈ എരിവ് നിങ്ങൾക്ക് ഗുണമായിട്ട് തീരില്ല. അവരെന്ത് ചെയ്യും? കൃപയുടെ വാതിലിന് പുറത്തിട്ട് നിങ്ങളെ അടച്ചു കളയും. അവരും പുറത്താ, നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചിടാനായിട്ട്
ആണ് ഈ എരിവ് കാണിക്കുന്നത്. എന്നോടൊരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, വലിയ അടുപ്പമില്ലാതിരുന്നവർ പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ സൂക്ഷിച്ചോണമെന്ന്. കാര്യം അവന് വേറെ എന്തോ ഒരു പ്ലാൻ മനസ്സിനകത്തുണ്ട്. ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പൗലോസ് അവരുടെ മോട്ടീവ്സിനെ, അവരുടെ താല്പര്യത്തെ, പൗലോസ് തന്നെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ചക്കരവാക്കും മുഖസ്തുതിയും. ചില ആൾക്കാർ അച്ചായാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് തോന്നുക എന്തോ ഒരു സ്നേഹമാണ്, അമ്മാമേ. പൗലോസ് പറയാണ് ചക്കരവാക്കും മുഖസ്തുതിയും. എനിക്ക് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ പറയാനും ചില വീക്കാന്നാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ. എനിക്കങ്ങനെ പറയാൻ അറിയാനും മേല. പക്ഷെ ചിലര് എന്നോടൊരു ദൈവദാസൻ പറഞ്ഞാണ്, അദ്ദേഹം ഒരു സുവിശേഷ സംഘടന പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ച് പറയുക, പുള്ളിക്കാരൻ വന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരാഴ്ച കൊണ്ട് 1,00,000 രൂപ കളക്ട് ചെയ്യും. കാരണം അച്ചായാന്നും അമ്മാമേന്ന് വിളിക്കുന്ന സ്റ്റൈല് കേട്ടാ അറിയാം കാശ് എങ്ങനെ വിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. അവരുടെ എരിവ് ശരിയായ മോട്ടീവോടുകൂടെ അല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു പഴയ കഥയുണ്ട്, ഈസോപ്പ് കഥകൾ. കഥ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒരു കാക്ക നല്ലൊരു ഇത് കടിച്ചു പിടിച്ചോണ്ട്, എന്തോ കടിച്ചു പിടിച്ചോണ്ടിരുന്നേ, നെയ്യപ്പം കടിച്ചു പിടിച്ചോണ്ട് ഒരു മരക്കൊമ്പയിലിരിക്കുക. അപ്പൊ ഒരു കുറുക്കൻ വന്നേച്ച് പറയുന്നൊരു കാര്യമില്ലേ, കാക്കമ്മേ നിന്റെ പാട്ട് കേൾക്കാൻ എന്ത് ഭംഗിയാ, നിന്റെ ശബ്ദം എത്ര സ്വീറ്റാ. പൗലോസ് ഇവിടെ പറയുന്നത് അതാണ്. ഈ പരിച്ഛേദനക്കാർ വന്ന് നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്ന, നിങ്ങളുടെ വായിലിരിക്കുന്ന ഈ നെയ്യപ്പം എന്ത് ചെയ്യണം? ഇത് കേട്ട് മയങ്ങി കാക്കക്കാന്ന് വെക്കുകയും നെയ്യപ്പമായിട്ട് കുറുക്കൻ രക്ഷപ്പെട്ടു എന്നതുപോലെയാണ് ഇവിടെ പരിച്ഛേദനക്കാരെ കുറിച്ച് പൗലോസ് പറയുന്നു. നമുക്കുണ്ടാകേണ്ട യഥാർത്ഥമായ എരിവ് എന്താണ്? നമ്മൾ സത്യത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ എരിവ്. ഈ സത്യത്തിന് വേണ്ടിയുള്ള എരിവെന്ന് പറയുമ്പോൾ പൗലോസ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പരീശന്മാരെ കുറിച്ച്, യഹൂദന്മാരെ കുറിച്ച് പറയുന്നൊരു പ്രയോഗമുണ്ട്. എന്താ? അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകുന്നു. അവർക്ക് ഭയങ്കര തീഷ്ണതയാണ്, എരിവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? പരിജ്ഞാനപ്രകാരമല്ല, സത്യവചനത്തിന് വേണ്ടിയുള്ള തീഷ്ണതയല്ല. അവരുടെ ആ എരിവ് നല്ലതാ, പക്ഷെ ആ എരിവിന്റെ കാരണം അത്ര നല്ലതല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സുവിശേഷ വേലയോട് നമുക്കുള്ള മനോഭാവം എന്താ? ഞാനതിനെ ഇങ്ങനൊരു പ്രയോഗമാണ് വെച്ചിരിക്കുന്നത്, സെൽഫിഷ് ഇവാഞ്ചലിസം വേഴ്സസ് കമ്പാഷനേറ്റ് ഇവാഞ്ചലിസം. അങ്ങനൊരു ഇവാഞ്ചലിസം ഉണ്ടോ? സെൽഫിഷ് ഇവാഞ്ചലിസം, സ്വാർത്ഥമായ താല്പര്യത്തോടെ സുവിശേഷ വേല ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ചില സ്ഥലത്തൊക്കെ പുതിയ സഭകൾ തുടങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര പ്രവർത്തനമാണ്. പരസ്യയോഗം നടത്തുന്നു, വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയുന്നു. നല്ല കാര്യം. അപ്പം നമുക്കും ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും അല്ലേ? ഇവരെന്തൊരു തീഷ്ണതയാണ്. അവരുടെ സഭയിൽ കുറച്ച് ആളുകളൊക്കെ വരാൻ തുടങ്ങി. അവര് പണിത ആ ചെറിയ ചർച്ച ഏകദേശം നിറഞ്ഞു. പിന്നെ ഇവർ സുവിശേഷ വേല ചെയ്യോ ഇല്ലയോ? പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താ? അല്ലെങ്കിൽ ഒരു കാലത്ത് വളരെ തീഷ്ണതയോടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ചില സഭകൾ ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ കിട്ടിയപ്പോ നിർത്തി. ഇതെന്തുകൊണ്ടാണ് അവർ സുവിശേഷ വേല ചെയ്തത്? എന്തുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്തത്? ഞങ്ങളുടെ പള്ളിയിൽ എങ്ങനെയും 4 പേര് വരണം. നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ളൊരു ഭാരമായിരുന്നോ അത്? ആയിരുന്നോ? നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളോട് സുവിശേഷം പറയേണ്ടതെന്ന് വെച്ചാൽ അല്ലേ, ഇപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പുറകിൽ കുറേ കസേര ഞങ്ങളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും പുതിയ ആളുകൾ വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുവിധം ഒരു 10-20 പേരൊക്കെ വന്നു, ബാക്കിയുള്ള കസേരയിലൊക്കെ ഇരുന്നു. ഇനി ഇരിക്കാൻ സ്ഥലമില്ല. ഇനി സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സുവിശേഷ വേല എന്ത് സുവിശേഷ വേലയാണ്? സ്വാർത്ഥമായ സുവിശേഷ വേലയാണ്.
എന്നാൽ സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെ ശരിയായ ഇന്റൻഷൻ എന്തായിരിക്കണം എന്നറിയാമോ? നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. കർത്താവെ, ഈ സുവിശേഷം കേൾക്കാതെ ഇവർ നിത്യനാശത്തിലേക്ക് പോവുകയാണല്ലോ, ഇവര് ക്രിസ്തുവിനെ അറിയാതെ രക്ഷിക്കപ്പെടാതെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടുകയാണല്ലോ. ഈ ഭാരം നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കാൻ. അപ്പൊ ഏതാ ശരിയായ എരിവ്? ഈ രണ്ടാമത്തെ എരിവ് ഉണ്ടായാൽ നമ്മുടെ പള്ളിയൊക്കെ തന്നെ നിറയും. രണ്ടാമത്തെ എരിവാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ആദ്യത്തെ എരിവ് എപ്പോഴും പ്രശ്നമാണ്. എങ്ങനെയും ആൾ വരിക എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ എരിവ് രക്ഷിക്കപ്പെട്ട ആളുകൾ വരണം എന്നുള്ള താല്പര്യമായിരിക്കും. അതുകൊണ്ട് നമ്മളോട് കൂറ് കാണിക്കുന്ന എല്ലാവർക്കും നമ്മളോട് കൂറുണ്ടെന്ന് വിചാരിക്കരുത്. അതാണ് പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ 5-ാമത്തെ ഭാഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. അവസാനത്തെ പോയിന്റ്, അവസാനത്തെ അപ്പീൽ. എ ഫാദേഴ്സ് പെയിൻ ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്. 5-ാമതായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം, ഈ ഗലാത്യ സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ഒരു വേദനയാണ് പൗലോസ് ഇവിടെ പങ്കുവെക്കുന്നത്. നോക്കിയേ 19-20 വാക്യങ്ങൾ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ഇവിടെ പൗലോസ് ഏത് ടോണിലാണ് പറയുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിച്ചത് അല്ലേ? ഒരപ്പൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, വാത്സല്യം നിറഞ്ഞൊരു ശബ്ദമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാ പൗലോസ് അവരോട് സംസാരിക്കുന്നത്. ഇവിടെ പൗലോസ് ഒരു സാദൃശ്യം ഉപയോഗിക്കുന്നുണ്ട്. എന്താ? ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. എന്താ ഈ പൗലോസിന്റെ പ്രസവ വേദന? അതാണ് അവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഗലാത്യ സഭ സത്യ ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോയതിനെ കുറിച്ച് പൗലോസിന്റെ ഭാരം എന്താണ് ചോദിച്ചാൽ അതിനെ താരതമ്യം ചെയ്തത് എന്തുമായിട്ടാണ്? ഒരു ചൈൽഡ് ബർത്ത് പെയിനുമായിട്ടാണ് കമ്പയർ ചെയ്തത്. ഈ ഭാരമാണ് വാസ്തവത്തിൽ ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടത്. ഈ ഭാരമാണ് നമ്മളെ സുവിശേഷ വേല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ദൈവവചനം പറയാനും പഠിപ്പിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ലക്ഷ്യം ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ലക്ഷ്യമാണ്. ഇവരിൽ ഒരു ആത്മീക വളർച്ച ഉണ്ടാകണമെന്നുള്ള അദമ്യമായ ആഗ്രഹമാണ് പൗലോസിനെ കൊണ്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്യിക്കുന്നത്. അവരുടെ യഥാസ്ഥാനപ്പെടലിന് വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് വായിച്ച ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ഞരങ്ങുകയാണ് പൗലോസ്. yearns for face to face restoration. ഗലാത്യ സഭയിലുള്ള ഓരോ വ്യക്തികളും ഈ തെറ്റായ ഉപദേശത്തിൽ നിന്ന് ശരിയായ ഉപദേശത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പൗലോസ് ഞരങ്ങിക്കൊണ്ടിരിക്കുക. ആ ഞരക്കം എന്നുള്ള വാക്ക്, അതിൻ്റെ ഒരു ആഴം നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ പലപ്പോഴും ഞരങ്ങാറുണ്ടല്ലേ? ഞരക്കം. നമുക്കൊരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ കട്ടിലയിലൊന്ന് തിരിഞ്ഞു കിടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആ തിരിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. നമ്മുടെ കുഞ്ഞ് രാത്രി 8 മണിക്ക് വരുമെന്ന് പറഞ്ഞു 8:30 വരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഞരക്കം, വേദന. പൗലോസ് വാസ്തവത്തിൽ ഈ ഒരു ആശയം അവിടെ കൊണ്ടുവരികയാണ്. പൗലോസിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലുള്ള മനസ്സലിവാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും
ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അവസാനത്തെ 2 വാക്ക് ശ്രദ്ധിച്ചോ. 1 പോരാടുന്നു, 2 അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവനെ അറിയിക്കുന്നതിൽ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ വേണ്ടി അധ്വാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യത്വത്തിൽ, ആളുകളെ ശിഷ്യത്വത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പൗലോസിന്റെ പരിശ്രമത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തമായി ഈ വചനത്തിൻ്റെ മുമ്പിൽ ശോധന ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടോ? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കർത്താവിനെ കുറിച്ച് അറിയണമെന്നും ആത്മീയമായിട്ട് വളരണമെന്നും യഥാർത്ഥമായൊരു താല്പര്യം നമുക്കുണ്ടോ? പൗലോസിൻ്റെ ആ വേദന ഗലാത്യ സഭയോട് പറയാണ്, കം ബാക്ക്, നിങ്ങൾ മടങ്ങി വാ, നിങ്ങൾ മടങ്ങി വാ. നിങ്ങളെക്കുറിച്ച് ഞാൻ ഇത്രയും എരിവുള്ളവനാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക്, അവരുടെ എരിവ് തെറ്റായ ഒരു എരിവായിരുന്നു, പക്ഷെ എൻ്റെ എരിവ് അങ്ങനല്ല. എനിക്ക് വേണ്ടിയുള്ളൊരു സ്വാർത്ഥമായ എരിവല്ല എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്. കം ബാക്ക്. ഈ ഒരു ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് അവിടെ പറയുകയാണ്, ഒരു യഥാർത്ഥ ഇടയൻ, നല്ല ഇടയൻ അല്ലേ, കർത്താവിൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ നല്ല ഇടയൻ, ലേബർ വിത്ത് പേഷ്യൻസ് അൺടിൽ ബിലീവേഴ്സ് റിഫ്ലക്ട് ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. ഒരു സഭാ ശുശ്രൂഷകന്റെ അധ്വാനത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം, നിങ്ങൾ ആത്മീക പക്വത പ്രാപിക്കണം എന്നുള്ള താല്പര്യമാണ്. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതം ശാന്തമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു ദൈവദാസൻ ഒരു വിശ്വാസിയോട് പറഞ്ഞു, യുവർ ലൈഫ് ഈസ് ലൈക്ക് എ മിറർ. നിങ്ങളുടെ ജീവിതം ഒരു കണ്ണാടിയാണ്. വെൻ പീപ്പിൾ സീ യു ദേ ഷുഡ് സീ ജീസസ്. ഈ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ ആരെ കാണണം? യേശുവിനെ കാണണം. ഇന്നലെ ഇവിടെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ച ഒരു വിഷയം അതായിരുന്നു, ക്രിസ്തുവിൻ പത്രമായി തീരുക. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെയല്ല, പിന്നെ ആരെ കാണണം? ഓ, ആ അച്ഛൻ എന്തോ ഒരു സ്നേഹമാണെന്നല്ല, ആ അച്ഛൻ്റെ സ്നേഹത്തിൽ ക്രിസ്തുവിനെയാണ് അവർ രുചിച്ചറിയേണ്ടത്, ഫീൽ ചെയ്യേണ്ടത്. അപ്പൊ പറയണം ദൈവസ്നേഹം എന്നാണ് പറയേണ്ടത്. അച്ഛൻ്റെ സ്നേഹം, ഉപദേശിയുടെ സ്നേഹം, അമ്മാമ്മയുടെ സ്നേഹമെന്നല്ല, ദൈവസ്നേഹമായിരിക്കണം നമ്മളിലൂടെ ചൊരിയപ്പെടേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, അങ്ങനാണെങ്കിൽ ഐ വിൽ പോളിഷ് ദ മിറർ എവറി ഡേ സോ ഇറ്റ് റിഫ്ലെക്ട്സ് ഹിം ക്ലിയർലി. ഞാൻ ഈ കണ്ണാടി എന്ത് ചെയ്യും? എല്ലാ ദിവസവും പോളിഷ് ചെയ്യും, എല്ലാ ദിവസവും ഞാൻ വൃത്തിയാക്കും, എല്ലാ ദിവസവും. ഇല്ലേ, കണ്ണാടി നന്നായി റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വൃത്തിയുള്ള കണ്ണാടി ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ വളവുകളിലൊക്കെ ഒരു മിറർ വെക്കാറുണ്ടല്ലേ, നമ്മൾ ഈ റോഡിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില സ്ഥലത്തൊക്കെ അത് മഴയത്തിരുന്ന് പായൽ പിടിച്ച് അത് നോക്കി ഒന്നും കാണാൻ മേലാതായിട്ടുണ്ട്. എന്താ കാണണമെങ്കിൽ എന്തോ ചെയ്യണം? വൃത്തിയാക്കണം, പോളിഷ് ചെയ്യണം. നമ്മൾ ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററായി ലോകത്തിൻ്റെ മുമ്പിൽ വരണമെന്നാണ്. പൗലോസിനെ പോലെ നമ്മൾ വരണം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ പോളിഷ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. 2 കൊരിന്ത്യർ 3:18 പറയുന്നത് ഇങ്ങനെയാണ്, വി ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആരെ പോലാണ്? ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറണം. ഇന്ന് പൗലോസ് പറഞ്ഞ ഈ വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ചില ആപ്ലിക്കേഷൻസോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, റിട്ടേൺ ടു ദ സിംപ്ലിസിറ്റി ഓഫ് ദ ഗോസ്പൽ. പൗലോസ് ഐഡന്റിഫൈ ചെയ്തു, ഗലാത്യരോട്, ജെൻഡൈൽസിനോട് ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം? എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഈ അടുത്ത ഇടയ്ക്കാണ്, ജീൻസ് ഇട്ടുകൊണ്ട് പള്ളിയിൽ ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ അതൊന്നും ശരിയല്ലെന്ന് പറയുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവർ ജീൻസെങ്കിലും ഇട്ടല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു.
കാരണം ജീൻസ് ഇട്ടെന്നും ടീഷർട്ട് ഇട്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ തെറ്റാണെന്നും പറഞ്ഞ് പള്ളി പ്രസംഗിച്ച അടുത്ത തലമുറയോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല മക്കളെ ഇത്, നിങ്ങൾ വേറെ വല്ലയിടത്തും പൊക്കോ എന്ന് പറയുക. വലിയ ഇങ്ങനെ മുഴുവൻ കീറിയതൊക്കെ ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് മോനെ കുറച്ചുകൂടെ കുറച്ച് കീറൽ കുറവുള്ളത് ഇടാവോന്നെങ്കിലും ചോദിക്കാം. പക്ഷേ ഇതെന്തോ വലിയ അപരാധമാണെന്ന നിലയിൽ നമ്മൾ അവരോട് ആദ്യമേ സംസാരിച്ചാൽ, നമ്മുടെ ഈ ചില ചെറുപ്പക്കാർക്ക് ചില മുടിക്ക് നീളം കൂടുതലുണ്ടാവും. എത്രയാ മുടിയുടെ കറക്റ്റ് നീളം പള്ളി വരാനുള്ളത്? അങ്ങനെ വല്ല നീളമുണ്ടോ? ഇല്ല. അതൊക്കെ ലീഗലിസമാണ്. അങ്ങനെയുള്ള അതൊന്നും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോഴേ നമ്മൾ അവനോട് അത് ചൂണ്ടിക്കാണിച്ച് അവനെ പള്ളിയിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും അകറ്റിവിടാനല്ല, അവനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ പൗലോസ് പറയുന്നത്, റിമെമ്പർ യുവർ ഫസ്റ്റ് ലവ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് സെർവൻസ്. നമ്മുടെ ജീവിതത്തിലെ ആദ്യ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. ദൈവത്തോട് നമുക്കുണ്ടായിരുന്ന സ്നേഹം, ദൈവമക്കളോട് നമുക്കുണ്ടായിരുന്ന സ്നേഹം, ആ സ്നേഹം ഇന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ആത്മീക പിന്മാറ്റത്തിലാണ്. 3, വെൽക്കം ട്രൂത്ത് ഈവൻ വെൻ ഇറ്റ്സ് ഹർട്ട്സ്. സത്യത്തെ എന്ത് ചെയ്തോണം? സ്വാഗതം ചെയ്യാം. സഹോദരൻ, എന്നോട് വല്ലതും പറയാനുണ്ട്, തുറന്ന് പറ. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കും. വളരെ തുറന്നു പറയും, എന്ത് പ്രസംഗമാണെന്ന് പറഞ്ഞു വളരെ പ്ലെയിനായിട്ട് എന്നോട് പറയും, ഓ അത് പറയണ്ടായിരുന്നു, അത് ശരിയല്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ ഭാര്യമാരും അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം. എന്നോട് ഇവിടെ കോട്ടയത്തുള്ളൊരു ദേവദാസൻ എന്നോട് ഒരിക്കലും പറഞ്ഞു, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് കുറ്റമല്ലാണ്ട് ഒന്നും പറയില്ല എന്നോട് പറയുമ്പോൾ. അപ്പം ആൻറ്റിയും തൊട്ടടുത്ത് നിൽക്കുക. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, പിന്നെ ഉള്ളതുപോലെ പറയണ്ടേ. പക്ഷെ ഉള്ളതുപോലെ പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ റെഡിയാണോ? 4-മത്തെ കാര്യം, ഡിസേൺ മോട്ടീവ്സ് ഇൻ മിനിസ്ട്രി. നമ്മുടെ ഇൻറ്റൻഷൻ ശരിയാണോ ഒരു കാര്യം ചെയ്യുമ്പോൾ? ചിലപ്പോൾ സുവിശേഷം പ്രസംഗിക്കുകയായിരിക്കും. ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഉദ്ദേശം പബ്ലിസിറ്റി ആയിരിക്കാം. ചിലർ സുവിശേഷം പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ പണമായിരിക്കാം, മോട്ടീവ് പണമായിരിക്കാം. ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് എരിവ് കാണിക്കുന്നവരോ ഡിസേൺ ചെയ്യാൻ, വിവേചിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. അവസാനമായി, പേഴ്സ്യൂ സ്പിരിച്വൽ മച്യൂരിറ്റി. ആത്മീകമായ പക്വതയെ നാം അന്വേഷിക്കണം, പിന്തുടരണം. നമുക്കെല്ലാം സംഭവിക്കുന്നൊരു വലിയ അപകടം, എനിക്ക് അത്യാവശ്യം ആത്മീയ വളർച്ചയൊക്കെ ഉണ്ട്, ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നയാളാണ്, ഞാൻ അത്യാവശ്യം പ്രസംഗിക്കാനൊക്കെ എനിക്കറിയാം, എൻ്റെ കയ്യിൽ 4-5 പോയിന്റ് പ്രസംഗമൊക്കെ എൻ്റെ കയ്യിലുമുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. തൃപ്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയും ആത്മീയതയൊക്കെ മതി, ഇത്രയും ആത്മീയ നിലവാരമൊക്കെ മതി. പക്ഷെ പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന തലയോളം our ultimate aim is not to grow little but to grow എന്ന് മാത്രം. ക്രിസ്തു എന്ന തലയോളം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ 5 ആപ്ലിക്കേഷൻസ് ഇന്ന് നമ്മൾ പൗലോസ് ഗലാത്യരോട് അപ്പീൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബാധകമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. നമ്മെ തന്നെ ശാന്തമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ കണ്ണുകളെ അടച്ചാട്ടെ, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി. ദൈവവചനം നമ്മോട് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഏതെങ്കിലും മനോഭാവത്തെക്കുറിച്ച്, നമ്മുടെ ഇൻറ്റൻഷൻസ്, മോട്ടീവ്സിനെ കുറിച്ച് കർത്താവ് സംസാരിച്ചെങ്കിൽ, ഇന്ന് ഞാൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണോ? ആം ഐ റിയലി റിഫ്ലക്റ്റിംഗ് ക്രൈസ്റ്റ് ത്രൂ മൈ ലൈഫ്? ഇല്ല എങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം നാം എന്ന കണ്ണാടി ഒന്ന് വൃത്തിയാക്കാം. ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാം. നമ്മുടെ മനോഭാവത്തിൽ വന്ന പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, വാക്കുകളിൽ, നോട്ടത്തിൽ, ഇടപെടലുകളിൽ, ഒരു വ്യക്തിയെ നേടുവാൻ അവനോട് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ നാം സുവിശേഷത്തിൻ്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം.
കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കും. ഏറ്റുപറയുകയും തുറന്ന് സമ്മതിക്കുകയും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ നിശ്ചയമായും കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് ഈ സമയത്ത് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.